നഗരം കീഴടക്കാൻ പുലികൾ ഇറങ്ങാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ തൃശൂർ നിവാസികൾ ഒന്നാകെ ആവേശത്തിലാണ്. അവസാനവട്ട തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കി പുലിമടകൾ ഒരുങ്ങിക്കഴിഞ്ഞു. ഓരോ പുലിമടകളിലെയും ഒരുക്കങ്ങൾ വിലയിരുത്താൻ ഒട്ടേറെ പ്രമുഖരാണ് നേരിട്ടെത്തുന്നത്. കുട്ടൻകുളങ്ങര ദേശത്തിന്റെ പുലിമടയിൽ നിന്ന് മന്ത്രി കെ രാജനും ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനുമൊപ്പം ലെവിൻ കെ വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പുലികളി ആവേശത്തിലേക്ക് തൃശ്ശൂർ ഉണർന്നു കഴിഞ്ഞു. പുലികളിയുടെ എല്ലാ ആരവങ്ങളും എല്ലായിടത്തും കാണാം. ഓണം കഴിഞ്ഞ് തൃശ്ശൂരിൻ്റെ ഏറ്റവും വലിയ ആഘോഷങ്ങളിലൊന്നാണ് പൂരവും പുലിക്കളിയും ഒക്കെ നമുക്കറിയാം. തൃശ്ശൂരിൻ്റെ 2 പുലികൾ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. കളക്ടർ അർജുൻ പാണ്ഡ്യനും മന്ത്രി കെ രാജനും. ആവേശത്തിലാണ് തൃശ്ശൂർ. എത്രമാത്രം ആവേശമുണ്ട് മന്ത്രിക്ക്? അല്ലല്ല, ഭയങ്കര ആവേശമല്ലേ. തൃശ്ശൂർ പൂരത്തിനെ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് പുലിക്കളി. തൃശ്ശൂരിൻ്റെ ഓണാഘോഷം യഥാർത്ഥത്തിൽ ജലഘോഷയാത്രയും ഒക്കെയായി ഇത് അവസാനിക്കുന്നത് പുലികളിയിലാണ്. നമ്മളിവിടെ നിൽക്കുന്ന കുട്ടൻകുളങ്ങര, അതാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 9 വർഷക്കാലത്തിന് ശേഷം വീണ്ടും 51 പുലികളോട് രംഗപ്രവേശനം ചെയ്യാണ്. ഇതൊരു വലിയ ആവേശമാണ്. നേരത്തെ പല കാരണങ്ങളാൽ പിന്നിട്ട് പോയവരൊക്കെ വീണ്ടും തിരിച്ചു വരുന്നു. തവണ 9 സെറ്റ് ഉണ്ട്. ഇനിയും സെറ്റുകൾ വർദ്ധിക്കും. വലിയ ആവേശത്തിലാണെന്ന് വെച്ചാൽ പൊളിക്കുകയാണ് യഥാർത്ഥത്തിൽ. നാളെ ഉച്ചയ്ക്ക് ശേഷം തൃശ്ശൂർ അക്ഷരാർത്ഥത്തിൽ പുലിയല്ലാത്ത ആരും ബാക്കിയുണ്ടാകാത്ത വിധത്തിൽ 500 പുലികൾ അരമണി കിലുക്കി വരും. പിന്നെ കിലുക്കാത്ത കുറേ പുലികൾ ഉണ്ടാകും, ടാബ്ലോകൾ ഉണ്ടാകും, സമ്പന്നമാകും. പുലിക്കളി യഥാർത്ഥത്തിൽ തൃശ്ശൂരിൻ്റെ ഒരു മഹിമ ലോകത്ത് മുഴുവൻ വിളിച്ചു പറയുന്നതാണ്. ന്യൂസ് മലയാളത്തിൻ്റെ മുഴുവൻ പ്രേക്ഷകരോട് സന്തോഷപൂർവ്വം ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഇവിടുത്തെ വൈബ് നേരിട്ട് വന്ന് ആസ്വദിക്കണം. കണ്ടതുകൊണ്ട് മാത്രം കാര്യമില്ല. അതുകൊണ്ട് വരാവുന്നവർ മുഴുവൻ പോരട്ടെ, ഒരു പ്രയാസമില്ല. വലിയ ദൃശ്യവിരുന്ന് ഞങ്ങൾ ഒരുക്കുന്നുണ്ട്. അതാണ് വരാൻ പറ്റാത്തവരെ നിങ്ങൾ സഹായിക്കുന്നുണ്ട്, വരുന്നവരെ ഞങ്ങൾ സഹായിക്കുന്നുണ്ട്. അപ്പോൾ പരസ്പരം സഹായിച്ച് ഈ പുലിക്കളിയുടെ മഹത്വം ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുക. വെടിക്കെട്ട് പോലെ തന്നെയാണ്. ഈ വീരന്മാർ ഒന്നും ഇന്ന് തുറന്നു പറയില്ല. നീ എത്ര ചകഞ്ഞ് നോക്കിയാലും പാർട്ടി സമ്മേളനത്തിനിടയിൽ പോണ പോലെ നോക്കിയാലും ഇവർ രഹസ്യം പറയില്ല. ഈ രഹസ്യമൊക്കെ നാളെ കിട്ടാൻ പോകുന്നുള്ളൂ. ഒരു രഹസ്യം ഞാൻ പറയാം. നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും കുഞ്ഞനാണ് ഇവൻ. ഈ കുഞ്ഞൻ പുലിയാണ് ഈ പുലി. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞൻ പുലി. അപ്പൊ ഇത് മുതൽ വേറെ അച്ചേട്ടൻ പുലി. അപ്പോൾ പലതരത്തെ കണ്ട് 6ാം ക്ലാസ്സുകാരനും 92 വയസ്സുകാരനും 2 ഭാഗത്ത് നിൽക്കുകയാണ്. പ്രായഭേദങ്ങളില്ലാതെ. അതാ അച്ചേട്ടൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, 1ാം സ്ഥാനം പിടിക്കുന്നു പറഞ്ഞു. അപ്പൊ 6ാം ക്ലാസ് മുതൽ 92 വയസ്സുള്ള അച്ചോട്ടം വരെ ഒരു കുലുക്കം ഉണ്ടാകില്ല. പുള്ളിയായിരിക്കും, തകർക്കും. കളക്ടറെ സംബന്ധിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ പുലികളി സംഘങ്ങൾ പങ്കെടുക്കുന്ന ആദ്യത്തെ പുലികളി മത്സരമായിരിക്കും. അതെ, ഇതെൻ്റെ ജോയിൻ ചെയ്തതിന് ശേഷം 2ാമത്തെ പുലിക്കളിയാണ്. കഴിഞ്ഞ വർഷം ജോയിൻ ചെയ്തപ്പോൾ ഇവിടുത്തെ കരിയർ സ്റ്റാർട്ട് ചെയ്ത് തന്നെ പുലിക്കളിയോട് ചേർന്നിട്ടായിരുന്നു. ഇപ്രാവശ്യം പറഞ്ഞ പോലെ തന്നെ 9 ടീമുണ്ട്, കൂടുതൽ പാർട്ടിസിപ്പേഷൻ ഉണ്ട്, കൂടുതലായിട്ടുള്ള സപ്പോർട്ട് ഉണ്ട്, എല്ലാ അറേഞ്ച്മെന്റ്സ് ഉണ്ട്. എല്ലാവരും അതിൻ്റെ ആവേശത്തിലാണ്. എല്ലാവരും കൂടെ ചേർന്ന് കളക്ടർ ഒരു ആർപ്പ് വിളിക്കും, എല്ലാവരും ഏറ്റു വിളിക്കണമെന്ന് പറയുന്നു. ഒരു ആർപ്പ് വിളിക്കാം. ഇതാണ് തൃശ്ശൂരിന്റെ ആവേശം, പുലികളിയുടെ ആവേശം. നഗരത്തിൽ നാളെ പുലികൾ ഇറങ്ങുമ്പോൾ ഈ തൃശ്ശൂരിലെ ആബാലവൃദ്ധം ജനങ്ങളും ഈ തൃശ്ശൂർ നഗരത്തിലേക്ക് ഒന്നിച്ചിറങ്ങും. പുലികളുടെ ആട്ടം കാണാൻ, പുലികളുടെ താളം കാണാൻ, ചുവട് കാണാൻ. ഏതായാലും ലോകമെമ്പാടുമുള്ള മലയാളികളെയും ന്യൂസ് മലയാളം കൂടി തൃശ്ശൂർ സ്വരാജ് റൗണ്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും വലിയ, ഏറ്റവും മികച്ച പുലികളി അനുഭവം പ്രേക്ഷകരിലേക്ക് പകർന്നു നൽകാൻ ന്യൂസ് മലയാളവും ഉണ്ടാവും. ക്യാമറമാൻ മണികണ്ഠനൊപ്പം ലെവിൻ കെ വിജയൻ, ന്യൂസ് മലയാളം, തൃശ്ശൂർ.